പാരസൈറ്റിസം നോക്കാം. Considering that the parasitic mode of life ensures free lodging and meals, and it is not surprising that parasitism has evolved in so many taxonomic groups from plants to higher vertebrates. അതായത് ഒരു ജീവിക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീ ലോഡ്ജിങ്, ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്, ഫ്രീ മീൽസ്. അതായത് ഒരു ഹോസ്റ്റിൻ്റെ മുകളിലാണ് ഒരു പാരസൈറ്റ് നിൽക്കുക അല്ലേ. അപ്പോൾ പാരസൈറ്റിന് വേണ്ടിയിട്ടുള്ള ഫ്രീ അക്കോമഡേഷൻ, അതിൻ്റെ നിൽക്കാൻ ആവശ്യമായൊരു സ്പേസും കൊടുക്കുന്നുണ്ട്, അതിനാവശ്യമായിട്ട് ന്യൂട്രീഷൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാരസൈറ്റിസം എന്ന് പറയുന്നത് നമ്മുടെ ടാക്സോണമിക് ഗ്രൂപ്പുകളിൽ വളരെ ലോവർ ലെവൽ മുതൽ ഹയർ ലെവലിൽ എന്ത് കാണുന്നുണ്ട്, പാരസൈറ്റിസം കാണുന്നുണ്ട്. ദെൻ മെനി പാരസൈറ്റ്സ് ഹാവ് ഇവോൾവ് ടു ബി ഹോസ്റ്റ് സ്പെസിഫിക് in such a way that both host and parasite tend to co-evolve. That is, if the host evolves special mechanism for rejecting or resisting the parasite has to evolve mechanism to counteract them and neutralize them. അതായത് most of the parasites have evolved to host specific. ഓരോ പാരസൈറ്റും ഒരു ഹോസ്റ്റിന് സ്പെസിഫിക് ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പാരസൈറ്റ്, ഒരു ഹോസ്റ്റ് ഉണ്ടെങ്കിൽ ആ എ എന്ന് പറയുന്ന ഹോസ്റ്റിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള A1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരസൈറ്റ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാരസൈറ്റിന് വളരെ ഫെമിലിയർ ആയിരിക്കും ആ ഒരു ഹോസ്റ്റിനെ. ഇനി ഈ ഹോസ്റ്റ് ഒരുപാട് എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ട് എന്താ പറയുക പാരസൈറ്റിനെതിരെയുള്ള ഒരുപാട് ക്യാരക്ടർ ഉണ്ടാക്കിയെടുത്തു. അതാണ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത്. ഇൻ സച്ച് എ വേ ദാറ്റ് ബോത്ത് ഹോസ്റ്റ് ആൻഡ് പാരസൈറ്റ് ടെൻ ടു കോ ഇവോൾവ്. ഒരു കോ ഇവല്യൂഷൻ്റെ എക്സാമ്പിളാണ് ഹോസ്റ്റും പാരസൈറ്റും. അതായത് ഹോസ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരാമെന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിനനുസരിച്ച് ആരും മാറും, പാരസൈറ്റും മാറും. അതാണ് ടെൻ ടു കോ ഇവോൾവ് മീനിങ് കേട്ടോ. കോ ഇവോൾവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോ ഇവല്യൂഷൻ. അപ്പോൾ ഹോസ്റ്റ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെക്കാനിസം ഉണ്ടാക്കിയെടുക്കുകയാണ്, അതായത് ഈ പാരസൈറ്റിനെ റിജക്റ്റ് ചെയ്യാൻ, പാരസൈറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെക്കാനിസം ഹോസ്റ്റ് ഉണ്ടാക്കിയെടുത്താൽ അതിനെതിരെയായിട്ട് ഈ പാരസൈറ്റ് എന്ത് ചെയ്യും, മാറും. കാരണം പാരസൈറ്റിന് നിർബന്ധമായിട്ട് എന്ത് വേണം, ഹോസ്റ്റിന് ആവശ്യമാണ്. സോ പാരസൈറ്റ് ഹാസ് ടു ഇവോൾവ് സ്പെഷ്യൽ മെക്കാനിസം ടു കൗണ്ടറാക്ട് ആൻഡ് ന്യൂട്രലൈസ് ദം. ആ ഹോസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ സംഭവത്തെ ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിൽ ആര് മാറും, പാരസൈറ്റ് മാറും. ദെൻ ഇൻ ഓർഡർ ടു ബി സക്സസ്ഫുൾ വിത്ത് സെയിം ഹോസ്റ്റ് സ്പീഷീസ്, അതായത് ഈ പാരസൈറ്റ് സംബന്ധിച്ച് ആ ഹോസ്റ്റ് ആയിരിക്കും ഏറ്റവും സക്സസ് അല്ലേ. അപ്പോൾ ആ ഹോസ്റ്റിൽ തന്നെ എങ്ങനെയെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് ആരെന്ത് ചെയ്യും, പാരസൈറ്റ് ഉറപ്പായിട്ടും ആ ഒരു ഹോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റിയിട്ട് ഇവോൾവ് ചെയ്യാൻ ശ്രമിക്കും. ദെൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ ലൈഫ് സ്റ്റൈൽ പാരസൈറ്റ്സ് ഇവോൾവ് സ്പെഷ്യൽ അഡാപ്റ്റേഷൻ സച്ച് ആസ് ലോസ് ഓഫ് unnecessary sense organs, parasites of presence of adhesive organs or suckers to cling on to the host, loss of a digestive system and high reproductive capacity. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രാക്കറ്റിൽ ഇട്ട് വെക്കണം. അതായത് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ ലൈഫ് സ്റ്റൈൽ, അവിടെ മുതൽ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഈ പാരസൈറ്റ്സിൽ ഒരു ഹോസ്റ്റിൻ്റെ മുകളിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അഡാപ്റ്റേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അത് എക്സാം ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദി അഡാപ്റ്റേഷൻസ് ഇൻ പാരസൈറ്റ്സ് ടു കോപ്പ് അപ്പ് വിത്ത് ദി ഹോസ്റ്റുമായിട്ട് യോജിച്ച് പോകാൻ, ചേർന്ന് പോകാൻ എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് പാരസൈറ്റ്സ് ഉണ്ടാവാറ് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, parasites evolve special adaptations such as loss of unnecessary sense organs. അതായത് അത്യാവശ്യമില്ലാത്ത സെൻസ് ഓർഗൻസിനൊക്കെ ആര് ഒഴിവാക്കും, പാരസൈറ്റ്സ് ഒഴിവാക്കും. കാരണം പാരസൈറ്റ്സിനെ എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്താൻ മതി അല്ലേ. അപ്പോൾ പാരസൈറ്റ്സ് ലോസ് ദെയർ അൺനെസസറി സെൻസ് ഓർഗൻസ്, ആവശ്യമില്ലാത്ത സെൻസ് ഓർഗൻസിനൊക്കെ ആര് ഒഴിവാക്കും, പാരസൈറ്റ്സ് ഒഴിവാക്കും. സെക്കൻഡ് വൺ, പ്രസൻസ് ഓഫ് അഡ്ഹസീവ് ഓർഗൻസ് ഓർ സക്കേഴ്സ് ടു ക്ലിങ് ഓൺ ദി ഹോസ്റ്റ്. ആ ഹോസ്റ്റിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ച് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള അഡ്ഹസീവ് ഓർഗൻസും സക്കർ അല്ലേ, ഊമ്പി കുടിക്കാൻ, അതായത് സക്ക് ചെയ്തെടുക്കാൻ ആവശ്യം സക്കേഴ്സും ആര് ഇവോൾവ് ചെയ്തെടുക്കും, പാരസൈറ്റ്സ് ഇവോൾവ് ചെയ്യും. സച്ച് സ്പെഷ്യൽ അഡ്ഹസീവ് ഓർഗൻസ് ആൻഡ് സക്കേഴ്സ്. ദ നെക്സ്റ്റ് വൺ, ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. കാരണം അത്രക്കും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നും ആർക്കും ആവശ്യം ഉണ്ടാവില്ല, ഈ പാരസൈറ്റിന് ആവശ്യം ഉണ്ടാവില്ല. ദെൻ ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ഇത്രയാണ് ഒരു പാരസൈറ്റിനെ ഒരു എന്താ പറയുക ഹോസ്റ്റിൻ്റെ മുകളിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അഡാപ്റ്റേഷൻസ്. ദെൻ നെക്സ്റ്റ് വൺ, ദ ലൈഫ് സൈക്കിൾ ഓഫ് പാരസൈറ്റ്സ് ആർ ഓഫൺ കോംപ്ലെക്സ് ഇൻവോൾവിംഗ് 1 or 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഓർ വെക്ടേഴ്സ് ടു ഫെസിലിറ്റേറ്റ് പാരസൈറ്റിസേഷൻ ഓഫ് ഇറ്റ്സ് പ്രൈമറി ഹോസ്റ്റ്. അതായത് നമുക്കറിയാം, നമ്മൾ മലേറിയ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മലേറിയയിലെ കേസിലൊക്കെ
അപ്പോൾ അവിടെയൊക്കെ ഈ ലൈഫ് സൈക്കിൾ ഓഫ് പാരസൈറ്റ് ഓഫർ കോംപ്ലക്സ്. പാരസൈറ്റ്സിൻ്റെ ലൈഫ് സൈക്കിൾ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. 1-2 ഹോസ്റ്റൊക്കെ ഉണ്ടായിരിക്കില്ലേ. ഇപ്പോൾ നമുക്കറിയാം ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോൻ്റെ ഹോസ്റ്റ് ഒന്ന് മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന മലേറിയയുടെ കാരണമായിട്ടുള്ള പ്രോട്ടോസോയിഡിൽ പ്ലാസ്മോഡിയത്തിൻ്റെ ഹോസ്റ്റായിട്ട് വരുന്നത് ഒന്ന് ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഉണ്ട്. 2 ഹോസ്റ്റിലൂടെ കയറി ഇറങ്ങുന്ന ഒരു ജീവിയാണല്ലേ പ്ലാസ്മോഡിയം. അപ്പോൾ ഈ പാരസൈറ്റുകളുടെ ഒക്കെ ലൈഫ് സൈക്കിൾ ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. അവർക്ക് ഇൻവോൾവിങ് 1 or 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്, ഒരുപാട് ഹോസ്റ്റ് ഉണ്ടായിരിക്കും, അവർക്ക് വെക്ടർ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പ്രൈമറി ഹോസ്റ്റ്, മെയിൻ ഹോസ്റ്റിനെ ഒരു പാരസൈറ്റ്സ് നടത്താൻ വേണ്ടിയിട്ട്, അതിന് കേപ്പബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ആ ഹോസ്റ്റ് ഭയങ്കര കേപ്പബിൾ ആയിരിക്കണം, അതായത് എന്നെ സ്വീകരിക്കാൻ കേപ്പബിൾ ആയിരിക്കാൻ, അതിന് വേണ്ടിയിട്ടാണ് ആ പാരസൈറ്റ് എന്ത് ചെയ്യുന്നത്? ഒരുപാട് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റുകളിൽ കയറി ഇറങ്ങുന്നത്. ദെൻ ഒരു എക്സാമ്പിൾ നോക്കാം, അണ്ടർലൈൻ ചെയ്യണം. ദി ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക്, അല്ലേ, ദ ട്രിമറ്റോൾ പാരസൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഏതൊക്കെയാണ്? സ്നെയിൽ ആൻഡ് എ ഫിഷ് ടു കംപ്ലീറ്റ്സ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് ഉണ്ട്, ഒരു ട്രിമറ്റോൾ പാരസൈറ്റ് ആണ്. അത് എത്ര ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്, 2 ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്പർ 1 എ സ്നെയിൽ ആൻഡ് എ ഫിഷ്. ഒരു സ്നെയിലിനെയും ഒരു ഫിഷിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ ആ ഹ്യൂമൻ ലിവർ ഫ്ലൂക്കിന് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അടുത്ത എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ദി മലേറിയൽ പാരസൈറ്റ് നീഡ്സ് എ വെക്റ്റർ മോസ്കിറ്റോ ടു സ്പ്രെഡ് to other host. Majority of parasites harm the host. They may reduce the survival, growth and reproduction of the host and reduce its population density. അതായത് മിക്ക പാരസൈറ്റുകളും ആ ഹോസ്റ്റിനെ ഹാം ചെയ്യാൻ എന്താ? ആ ഹോസ്റ്റിന് ദോഷം വരുത്തുന്നതായിരിക്കും മിക്ക പാരസൈറ്റ്സും, അല്ലേ. ആൻഡ് ദേ മേ റെഡ്യൂസ് ദ സർവൈവൽ. ആ ഹോസ്റ്റിന് തന്നെ സർവൈവൽ കുറയ്ക്കും ഇവർ, അതിൻ്റെ ഗ്രോത്ത് റെഡ്യൂസ് ചെയ്യും, അതിൻ്റെ റീപ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ഹോസ്റ്റിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ അത് കുറയ്ക്കും, പാരസൈറ്റുകൾ കുറയ്ക്കും. ദേ മൈറ്റ് റെൻഡർ ദി ഹോസ്റ്റ് മോർ വൾണറബിൾ ടു പ്രെഡേഷൻ ബൈ മേക്കിംഗ് ഇറ്റ് ഫിസിക്കലി വീക്ക്. അതായത് ആ ഹോസ്റ്റിനെ നന്നായിട്ട് വീക്കാക്കും, ആ ഹോസ്റ്റ് നന്നായിട്ട് വീക്കായി കഴിഞ്ഞാൽ പിന്നെ അത് ഇറ്റ്സ് മോർ വൾണറബിൾ ടു പ്രെഡേഷൻ. ഒരു പ്രേ വന്ന് എന്താ പറയുക, ഒരു പ്രിഡേറ്റർ വന്നിട്ട് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഈ പാരസൈറ്റ് ആ ഹോസ്റ്റിനെ എന്താക്കിയിട്ടുണ്ടാവും? വീക്കാക്കി ഉണ്ടാവും. സോ ഇറ്റ്സ് മോർ വൾണറബിൾ ടു പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രേ ആയിരിക്കില്ല, ഇത് ഹോസ്റ്റ് പ്രേ ആയിരിക്കും. പ്രിഡേറ്റർ വന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ആ പ്രിഡേറ്ററിന് ഈ ഹോസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഈ ഹോസ്റ്റ് ഓൾറെഡി ഈ പാരസൈറ്റ് കാരണം വീക്കായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് മോർ വൾണറബിൾ ടു പ്രിഡേഷൻ ബിക്കോസ് ഇറ്റ്സ് ഫിസിക്കലി വളരെ വീക്കായിരിക്കും. Okay, then parasites that feed on external surface of the host organism is called ectoparasite. വളരെ സിമ്പിളാണ്, അണ്ടർലൈൻ ചെയ്യണം. എക്ടോപാരസൈറ്റ്സ് അതായത് ഹോസ്റ്റിൻ്റെ പുറത്ത് ഫീഡ് ചെയ്യുന്ന ജീവിക്കുന്ന ഹോസ്റ്റിൻ്റെ എക്സ്റ്റേണൽ സർഫസിൽ ജീവിക്കുന്ന ജീവികളാണ് എക്ടോപാരസൈറ്റ്സ്. ദെൻ the most familiar example of this group is lies on humans. തല്ല് കാണുന്ന പെയിൻ അണ്ടർലൈൻ ചെയ്യണം. lies on humans. then ticks on dogs. ഡോഗിൽ കാണുന്ന ടിക്സ്. 2 എക്സാമ്പിൾസ് ആണ് എക്ടോപാരസൈറ്റ്സിൻ്റെ. many marine fish are infested with ectoparasite copiopods. അതായത് ഒരുപാട് മറൈൻ ഫിഷുകളുടെയും മുകളിൽ എന്തുണ്ടാവാറുണ്ട്? എക്ടോപാരസൈറ്റ്സ് ഉണ്ടാവാറുണ്ട്, such as copiopods. then Cuscuta, a parasitic plant that is commonly found growing on hedge plants, has lost its chlorophyll and leaves in the course of evolution. അപ്പോൾ കസ്ക്യൂട്ട അണ്ടർലൈൻ ചെയ്യണം. കസ്ക്യൂട്ട ഒരു പാരസൈറ്റ് ആണ്, ഒരു പാരസൈറ്റിക് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ്സ് നോർമൽ പ്ലാന്റ്സിൽ ഗ്രോ ചെയ്യുന്ന ഒരു പാരസൈറ്റിക് പ്ലാന്റിൻ്റെ പേരാണ് കസ്ക്യൂട്ട. അപ്പോൾ കസ്ക്യൂട്ടക്ക് എന്തില്ല? ലീവ്സിൽ എന്തില്ല? ക്ലോറോഫിൽ ഇല്ല. അതൊക്കെ അതിൻ്റെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് അത് നഷ്ടപ്പെട്ടതാണ്, അല്ലേ. കസ്ക്യൂട്ടയുടെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടതാണ് കസ്ക്യൂട്ട ക്ലോറോഫിലും കസ്ക്യൂട്ടയുടെ ലീവ്സും ഒക്കെ. സോ കസ്ക്യൂട്ട ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പാരസൈറ്റിക് പ്ലാന്റ്. ദെൻ ഇറ്റ് ഡിറൈവ്സ് ഇറ്റ്സ് ന്യൂട്രീഷൻ ഫ്രം ദി ഹോസ്റ്റ് പ്ലാന്റ് വിച്ച് ഈസ് പാരസൈറ്റ്സ്, അല്ലേ. അതായത് കസ്ക്യൂട്ട ഏത് പ്ലാന്റിലാണോ ജീവിക്കുന്നത് ആ പ്ലാന്റിൽ നിന്ന് ആര് ഫുഡും ന്യൂട്രിയൻസും വലിച്ചെടുക്കും? കസ്ക്യൂട്ട വലിച്ചെടുക്കും. ദെൻ the female mosquito is not considered as a parasite
ഓൾദോ ഇറ്റ്സ് നീഡ് അവർ ബ്ലഡ് ഫോർ റീപ്രൊഡക്ഷൻ. അതായത് ഫീമെയിൽ മോസ്കിറ്റോസിന് നമ്മൾ എന്തായിട്ട് കണക്കൂട്ടാറില്ല, ഒരു പാരസൈറ്റായിട്ട് കണക്കൂട്ടാറില്ല. നമ്മുടെ ബ്ലഡ് അവർ വലിച്ചെടുക്കുന്നതിൽ കൂടി ഒരു പാരസൈറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, ഫീമെയിൽ മോസ്കിറ്റോസിനെ കൺസിഡർ ചെയ്യാറില്ല കേട്ടോ. ദെൻ in contrast, endoparasites are those that live inside the host body at different sites. For example, liver, kidney, lungs, red blood cells, etc. അതായത് എക്ടോപാരസൈറ്റ് പഠിച്ചില്ല. എക്ടോ പറഞ്ഞാൽ എക്ടോ പുറത്ത്, എൻഡോ മീൻസ് ഉള്ളിൽ. ഹോസ്റ്റിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന പാരസൈറ്റ്സ് ആണ് എൻഡോ പാരസൈറ്റ്സ്. ഫോർ എക്സാമ്പിൾ അവർ ചിലപ്പോൾ ലിവറിൽ ജീവിക്കാം, കിഡ്നിയിൽ കാണാം, ലങ്സിൽ കാണാം, RBCയിൽ കാണാം. അത് നമ്മുടെ ബോഡിക്ക് അകത്ത് പല ഭാഗത്തും അകത്ത് കാണുന്ന പാരസൈറ്റ്സ് ആണ് endoparasites. Then the life cycle of endoparasites are more complex because of their extreme specialization. അവർക്ക് ഭയങ്കര എന്താ പറയുക, സ്പെസിഫിക് ആയിരിക്കും അല്ലേ. ലങ്സിൽ കാണുന്ന പാരസൈറ്റ്, അല്ലെ ലിവറിൽ കാണുന്ന പാരസൈറ്റ്, അവർ അത്രക്കും വളരെ സ്പെസിഫിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് സൈക്കിൾ ഭയങ്കര കോംപ്ലക്സ് ആണ്. Then their morphological and anatomical features are greatly simplified while emphasizing their reproductive potential. അല്ലേ, അതായത് അവരുടെ മോർഫോളജിക്കലും അനാട്ടമിക്കലും ഫീച്ചേഴ്സ് ഭയങ്കര സിംപ്ലിഫൈ ആയിരിക്കും. കാരണം അവർക്ക് അവരുടെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ, അവർ ഒരുപാട് എണ്ണ ഉണ്ടാക്കുന്നതിൽ അവിടെ എയിം അല്ലേ. അപ്പോൾ അവരുടെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ഭയങ്കര കൂടുതലാണ്. അവരുടെ അനാട്ടമിക്കലായിട്ടും മോർഫോളജിക്കലായിട്ടുള്ള സ്ട്രക്ചറൊക്കെ ഭയങ്കര സിമ്പിളാണ്. അടുത്ത് ബ്രൂഡ് പാരസൈറ്റിസം ഇൻ ബേർഡ്സ് ഈസ് എ ഫാസിനേറ്റിംഗ് എക്സാമ്പിൾ ഫോർ പാരസൈറ്റിസം ഇൻ വിച്ച് പാരസൈറ്റിക് ബേർഡ് lays eggs in the nest of its host and let the host incubate them. അണ്ടർലൈൻ ചെയ്യണം, ബ്രൂഡ് പാരസൈറ്റിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രൂഡ് പാരസൈറ്റിസം ഇത് കാണിക്കുന്ന ജീവികളാണ് ബേർഡ്സ്. അതായത് പാരസൈറ്റിക് ബേർഡ്സ് ഉണ്ടായിരിക്കും. പാരസൈറ്റ് ആയിട്ടുള്ള ബേർഡ് തൻ്റെ ഹോസ്റ്റിൻ്റെ നെസ്റ്റിലായിരിക്കും മുട്ട ഇടുക. ഇപ്പോൾ ഒരു എന്ന് പറയുന്നൊരു ജീവിയുണ്ട്, അതാണ് പാരസൈറ്റിക് ബേർഡ്. ആ എന്ന് പറയുന്ന പാരസൈറ്റിക് ബേർഡ് അതിൻ്റെ ഹോസ്റ്റിൽ അല്ലേ, അതിൻ്റെ ഹോസ്റ്റിൻ്റെ നെസ്റ്റിലാണ് എന്ത് ചെയ്യുക, മുട്ടയിടാറുള്ളത് അല്ലേ. ദ പാരസൈറ്റിക് ബേർഡ് ലേസ് ഇറ്റ്സ് എഗ്സ് ഇൻ ദി നെസ്റ്റ് ഓഫ് ഇറ്റ്സ് ഹോസ്റ്റ് ആൻഡ് ലെറ്റ്സ് ദ ഹോസ്റ്റ് ഇൻക്യുബേറ്റ് ദം. അപ്പോൾ ആ ഹോസ്റ്റ് ആയിരിക്കും അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുക, അടയിരിക്കുക അല്ലേ. അപ്പോൾ ഹോസ്റ്റ് ആയിരിക്കും എൻ്റെ മുട്ടയെന്ന് വിചാരിച്ചിട്ട് ഹോസ്റ്റ് എന്ത് ചെയ്യും, അതിനടയിരിക്കും. പക്ഷേ അത് എന്തായിരിക്കില്ല, ഹോസ്റ്റിൻ്റെ മുട്ടയായിരിക്കില്ല, അത് പാരസൈറ്റിൻ്റെ മുട്ടയായിരിക്കും. അതാണ് ബ്രൂഡ് പാരസൈറ്റിസം. During the course of evolution, the eggs of the parasitic bird have evolved to resemble the host egg in size and color to reduce the chance of host bird detecting the foreign eggs and ejecting them from the nest. അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ ഈ ഹോസ്റ്റിന് അറിയില്ല ഇത് എൻ്റെ മുട്ടയാണെന്ന്, എൻ്റെ മുട്ടയല്ലേ എന്ന് തിരിച്ചറിയാൻ കഴിവ് ഹോസ്റ്റിൽ ഞങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതായത് പാരസൈറ്റ് ഇവോൾവ് ചെയ്യും. എവല്യൂഷൻ്റെ ഭാഗമായിട്ട് പാരസൈറ്റ് ഹോസ്റ്റിൻ്റേതുപോലെ തന്നെയുള്ള മുട്ട അല്ലേ, ഇൻ സൈസ് വെച്ച് നോക്കുമ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും. ഇൻ കളർ, അപ്പോൾ സൈസിലും കളറിലും ഹോസ്റ്റ് ഇടുന്ന മുട്ടനെ പോലെ തന്നെ ഈ പാരസൈറ്റ് മുട്ടയിടും. അതുകൊണ്ട് ഹോസ്റ്റ് വിചാരിക്കും അത് എൻ്റെ മുട്ടയാണെന്ന് വിചാരിച്ചിട്ട് ഹോസ്റ്റ് എന്ത് ചെയ്യും, അതിനെ ഇൻക്യുബേറ്റ് ചെയ്യും. അപ്പോൾ ഹോസ്റ്റ് അതിനെ ഇജക്റ്റ് ചെയ്യാൻ, ഹോസ്റ്റ് ഇത് എൻ്റെ എല്ലാം ഡിറ്റക്ട് ചെയ്ത് ഒഴിവാക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് പാരസൈറ്റ് എന്ത് ചെയ്യും, ഹോസ്റ്റ് ഇടുന്ന അതുപോലെ തന്നെ കളറിലുള്ള, ഹോസ്റ്റ് ഇടുന്ന അതുപോലെ തന്നെ സൈസിലുള്ള മുട്ട ആയിരിക്കും ഇടുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ട്രൈ ടു ഫോളോ ദി മൂവ്മെൻറ്റ്സ് ഓഫ് കുയിൽ ആൻഡ് ദ ക്രോ ഇൻ യു നൈബർഹുഡ് പാർക്ക് ഡ്യൂറിങ് ദ ബ്രീഡിംഗ് സീസൺ അല്ലേ. അതായത് അവരുടെ ഈ കോയിലും ക്രോയിലാണ് നമ്മൾ എന്ത് കാണുന്നത്, ബ്രൂഡ് പാരസൈറ്റിസം കാണുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി പാരസൈറ്റിസം. ഇപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ് പാരസൈറ്റിസം മനസ്സിലാക്കി വയ്ക്കുക, പിന്നെ എക്ടോ പാരസൈറ്റ്സ്, എൻഡോ പാരസൈറ്റ്സ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് പാരസൈറ്റ്സിൻ്റെ ബോഡിയിലുള്ള എവല്യൂഷൻ അഡാപ്റ്റേഷൻസ് നോക്കി വെക്കണം, പിന്നെ ബ്രൂഡ് പാരസൈറ്റ്സും. ഓക്കെ, ഇത്രയാണ് പാരസൈറ്റിസം.